ഗുരുഭ്യോ നമഃ. നമ്മുടെ തിരുവതിരക്കളി ക്ലാസ് കാണാം. നമ്മൾ പാത്രം എടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് കൊടുക്കുന്നത്. എല്ലാവരും കണ്ടു നോക്കും. ക്ലാസ് എടുക്കാൻ പോകണം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാത്രം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല. അതിൻ്റെ പകുതി അതിൻ്റെ ബാക്കി പഠിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ നമസ്കാരം ചെയ്യാം. ശരി, അപ്പം ഞാനൊരു സ്റ്റെപ്പ് പറഞ്ഞു തരാം നിങ്ങൾക്ക്. നമ്മളത് ചെയ്യാം. നമ്മൾ റൗണ്ട് ചെയ്താണ് നിൽക്കുന്നത്. നമ്മളപ്പോൾ ചെയ്യും. നമ്മളെപ്പോഴും പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ്. ആദ്യം നമ്മൾ റൈറ്റ് കാല് അല്ലെ വലത് കാല് നമ്മൾ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ തന്നെ നിന്നിട്ടാണ് 1 2 താഴ്ന്നു കേട്ടോ. 1 2 ഇങ്ങനത്തെ കാര്യം 3 4 നമ്മൾ ക്രോസ് ചെയ്ത് പോകണം. 5 6 ഇനി അവനവൻ്റെ റൈറ്റ് സൈഡിലോട്ട് 1 2 കണ്ടോ? അങ്ങനെയാണ്. അതുകൊണ്ട് ചെയ്ത് നോക്കാം. ആദ്യം വലുതുകാരാണ്. 1 2 3 4 അപ്പോഴും 5 6 1 2 ഒന്നും കൂടെ ചെയ്യാം അല്ലേ. 1 2 3 ഇങ്ങോട്ട് എടുത്തുകാലേ. ആദ്യം റൈറ്റ്. ഓക്കെ, ചെയ്തു. ഒന്നുകൂടെ 1 2 3 4 പോട്ടെ. 5 6 7 8 ഇനി ലെഫ്റ്റ് ആണ്. 1 2 3 4 5 6 7 8 മനസ്സിലായോ? സംശയമില്ലല്ലോ അല്ലേ? നമുക്കിനി കൈ പിടിക്കാം. ഒരു പുതിയ സ്റ്റെപ്പ് പഠിച്ചല്ലോ അല്ലേ? നമുക്ക് ചെയ്യാം. ചെയ്തു. ആദ്യം നമ്മുടെ റൈറ്റ് ആണ്. വലത് കാല് നമ്മൾ എടുത്തോട്ട് വെക്കുന്നതല്ലേ. അതിനൊക്കെ പ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ചെറു 1 2 ഇടത് കാല് 3 നമ്മൾ അങ്ങോട്ട് തമ്മിൽ തമ്മിൽ പോകണം. 5 6 ചെറുതായിട്ട് 7 8 ഇനി ഏതാണ് ലെഫ്റ്റ് അല്ലേ? 1 2 3 4 5 6 7 8 എന്നിട്ട് മനസ്സിലായോ? ശരി. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ഒന്നുകൂടെ ചെയ്യാം. ആദ്യം റൈറ്റ് പിന്നെ ലെഫ്റ്റ്. ഒന്നുകൂടെ 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 സ്റ്റെപ്പ് ഓടിക്കാം. അതിൻ്റെ കാല് പറഞ്ഞു തരാം. ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പാണ്. 1 2 1 2 3 4 1 2 1 2 3 4 ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? ആണോ? അപ്പം ചെയ്തോളൂ. റെഡി? എല്ലാവരും റൗണ്ട് ചെയ്ത് പോണേ. ചെയ്തോളൂ. 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 അങ്ങനെയാണ്. അപ്പോൾ അതൊരു റൗണ്ട് വന്നാൽ മതി. നമുക്ക് അതിൻ്റെ കൈ കൂടെ എടുക്കാം അല്ലേ? നമ്മളിങ്ങനെയാണ്. 1 വെറുതെ ആദ്യം നടന്നു വരുവാണ്. അപ്പോൾ നമ്മൾ വെറുതെ 1 2 1 2 3 4 1 2 1 2 3 4 കണ്ടോ? അപ്പോൾ നമ്മൾ ചെറുതായിട്ട് തലയൊന്ന് തിരിച്ചു വിടണം. ചെറുതിന് മൂന്ന് വെച്ച് നോക്കാം. 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 അങ്ങനെ മനസ്സിലായി. ചുരുങ്ങി പോയത് വലിയ റൗണ്ട് വേണം കേട്ടോ. ഒരു വർഷം ചെയ്ത് നോക്കാം. 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2
2 1 2 3 4. ഇതാണ് സ്റ്റെപ്പ്. നന്നായിട്ട് മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ശരി. 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4. നന്നായിട്ട് മനസ്സിലായോ? ചുരുങ്ങി പോയത് വലിയ റൗണ്ട് വേണം കേട്ടോ. ഒരു വർഷം ചെയ്ത് നോക്കാം. 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4 1 2 1 2 3 4. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് പഠിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും കൈ പുറത്ത് തന്നെ പിടിക്കാം. അത് നമ്മൾ ചെറുതായിട്ട് കാണിച്ചിരിക്കുന്നതാ. 1 2 3 4 1 2 3. അപ്പോൾ 1 2 ചാടി 1 2 കാലുകളുണ്ട് സൈഡിലോട്ട് ഇങ്ങനെ വയ്ക്കും. വെച്ച കാല് മാത്രം 1 2 3 4 വീണ്ടും 1 2. ഇനി അങ്ങോട്ട് തിരിഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ് കാല് കാണാനാണ്. അല്ല സ്റ്റെപ്പ് മാത്രം വെറുതെ നിന്ന് നേരെ നിന്നിട്ട് നേരെ ഇത് സ്റ്റെപ്പ് ഓടിക്കും. അപ്പോൾ ചെയ്യാൻ പോണ സ്റ്റെപ്പ് 1 2 3 4 1 2 3 4 ചവിട്ടണം. 1 2 ഇതാണ് 1 2 3 4 1 2 3 4 അങ്ങനെ ചവിട്ടണം. എന്നാൽ നമ്മൾ നീങ്ങി പോകണം. പക്ഷേ ചവിട്ടിക്കും 1 2 3 4 1. അതാണ് മനസ്സിലായോ? ഒന്നും ചവിട്ടിക്കും. ചവിട്ടിക്കും 1 2 3 4 1 2 3 4 1 2 3 4 1 2. അപ്പോൾ സ്റ്റെപ്പ് ചവിട്ടി കറക്റ്റാണ്. പക്ഷെ ഇത്തിരി താഴ്ന്നില്ലല്ലോ. 1 2 3 4 1 2. ഇപ്പോൾ 1 2 താഴെ 3 4 വന്നു. 1 2 3 4 1 2 3. കണ്ട അങ്ങനെ ചെയ്യണം. ചെയ്ത് നോക്കൂ. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇതാണ് സ്റ്റെപ്പ്. നമുക്കിനി റൗണ്ട് ചെയ്ത് നിൽക്കാം. റൗണ്ട് ചെയ്തു വട്ടത്തിൽ നിൽക്കണം. കൈ കോർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കോർത്ത് പിടിച്ചോളൂ. ഇങ്ങനെ പിടിച്ചോളൂ. അങ്ങനെ പിടിച്ചാൽ മതി. ഇനി റെഡി ചെയ്ത് നോക്കൂ. 1 2 3 4. കാട്ടെ 1 2 3 4 1 2 3 4. നീങ്ങണം. 1 2 3 4 1 2. വലിയ വട്ടം വേണം കേട്ടോ. വലിയ വട്ടം വേണം. നീങ്ങുന്നേ. അപ്പം നമ്മളിങ്ങനെ നീങ്ങി പോകണം. ചെയ്യാം. നമ്മൾ റൈറ്റിലോട്ട് പോകണം. റെഡി. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. മനസ്സിലായോ? സ്റ്റെപ്പ് നന്നായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നീങ്ങി പോകണം. അത്രയേ ഉള്ളൂ. നന്നായിട്ട് മനസ്സിലായല്ലോ? ശരി. ഇന്നത്തെ സ്റ്റെപ്സ് എല്ലാം മനസ്സിലായി. നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണാം. തിരുവാതിരക്കളി ക്ലാസ് കണ്ടല്ലോ. സ്റ്റെപ്സുകൾ കണ്ടല്ലോ. സ്റ്റെപ്സ് എല്ലാം സിമ്പിൾ സ്റ്റെപ്സാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാം വളരെ സിമ്പിൾ സ്റ്റെപ്സാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നത്. പിന്നെ കഥകളി പദത്തിൽ നിന്നാണ് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുള്ളത്. കഥകളി പദത്തിൽ നിന്നാണ് നമ്മൾ എടുക്കുന്ന പാട്ടെടുത്തിട്ടുള്ളത്. പാട്ട് കഥകളി പദത്തിൻ്റെ അതേ സ്റ്റൈലൊന്നും എനിക്ക് അത്ര പാടാൻ പറ്റില്ല. പക്ഷെ ആ പാട്ട് നിങ്ങൾക്ക് എടുക്കും. പാട്ട് കിട്ടും. തപ്പിന്നൊക്കെ പാട്ട് കിട്ടും. ആ പാട്ട് നിങ്ങൾക്ക് എടുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് പാട്ട് വേണമെങ്കിലും ഇതിനോട് ചേർത്ത് ഈ സ്റ്റെപ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടിട്ടാലും നിങ്ങൾക്ക് സ്റ്റെപ്സ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ അങ്ങനെ സംശയം വരികയാണെങ്കിൽ എനിക്ക് കുറച്ചൊന്ന് സ്പീഡ് കൂട്ടി സ്പീഡ് കുറച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും നേരം വേണ്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.